സ്പീഡിൽ വിടുന്നു. Come on, man. Move faster. വണ്ടിക്കകത്തെന്താ? എന്താണെന്നാ ചോദിച്ചത്? ഇത് രംഗയുടെ വണ്ടിയാ. ഏത് നായന്റെ മോന്റെ വണ്ടിയാണെങ്കിലും ശരി, ഇതിനകത്ത് എന്താണെന്നാ ചോദിച്ചത്? കാണണം. ഓ, പറയടാ, വണ്ടിക്കകത്ത് എന്താ ഉള്ളത്? അറിയില്ല. നീ അറിയാതെയാണോടാ വണ്ടിക്കകത്ത് സാധനം കയറ്റുന്നത്? ആരുടെയാടാ വണ്ടി? രംഗയുടെ. ക്രോസ് ബാർ തകർക്കാൻ നിനക്ക് ആരോടാ ലൈസൻസ് തന്നത്? രംഗ. രംഗ 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 അവനോട് പറയടാ നിന്നെ വന്ന് രക്ഷിക്കാൻ. കുട്ടപ്പനേട്ടാ, ഒന്ന് പതുക്കെ, അവർക്ക് വേദനക്കില്ലേ? പാവം. ആരാടാ ഇതിന്റെ മുതലാളി? ഇടിക്കാനായിട്ട് നല്ല ശരീരം കിട്ടി അപ്പം നശിപ്പിക്കാൻ കശ്മലന്മാർ. എനിക്കിത് കാണുമ്പോ ഈ ജോലിന് ഡൈവേഴ്സ് ചെയ്യാൻ പോകാൻ തോന്നാ. ഈശ്വര, എനിക്കിത് കാണാൻ വയ്യേ കൃഷ്ണ. കാത്തിരുന്നത് കാണാതാകുമ്പോൾ ഇവന്റെയൊക്കെ തലതൊട്ടപ്പന്മാർ ഇവനെ തേടി ഇവിടെ എത്തും. ഹലോ, തന്റെ പുതിയ സാറില്ലേ അവിടെ? ഉണ്ട് സാർ. വന്ന് കയറിയപ്പോഴേക്കും തുടങ്ങിയോ തേരോട്ടം? കൊടുക്ക സാറിന് ഫോൺ. DFO. ഹലോ, ജയദേവൻ. തന്റെ പേരും നാളും അറിയാനുള്ള ഫോൺ കൊടുക്കാൻ പറഞ്ഞത്. സാർ, താൻ എന്നെ സാറേന്ന് വിളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ പിള്ളേരുടെ വണ്ടി പിടിച്ചിട്ടെന്നോ ഡ്രൈവറെ പിടിച്ചിട്ടെന്നോ ഒക്കെ കേട്ടു. അതങ്ങ് വിട്ടേര്. സാറിനോട് ഇതാര് പറഞ്ഞു? അതൊക്കെ ഇല അനങ്ങിയാൽ എത്തിക്കാൻ ആളിന്റെ കൂടെ പിന്നെയാണോ കൊമ്പ് വെട്ടിയാലത്തെ സ്ഥിതി? വണ്ടിയിൽ എന്താണെന്ന് അറിയാൻ കൈ കാണിച്ചിട്ട് നിർത്താതെ ക്രോസ് ബാർ തട്ടിത്തെറിപ്പിച്ചിട്ട് ഡ്രൈവർ വണ്ടി ഓടിച്ചു പോയാൽ അവനെ വെറുതെ വിടണോ സാർ? അതൊക്കെ അച്ചായന്റെ ഒരു തമാശയായിട്ട് കൂട്ടിയാ മതിയിടോ. താൻ അതൊന്നും വലിയ പ്രശ്നമാക്കി എടുക്കണ്ട. അപ്പൊ പറഞ്ഞ പോലെ. ക്ഷമിക്കണം സാർ, സാറ് പറഞ്ഞതുപോലെ ചെയ്യാൻ ഇത്തിരി വിഷമമുണ്ട്. കാരണം കഷ്ടപ്പെട്ടവരെ പിടിച്ചത് ഞങ്ങളാ. ഓ, അവരെ പിടിച്ചതിന് തനിക്കിപ്പം രാഷ്ട്രപതിയുടെ പ്രത്യേക സ്വർണ്ണ മെഡൽ കിട്ടും. അതൊന്നും വേണ്ട സാർ, ഈ കാക്കിയിട്ടതിന് ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ, അത് മതി. എന്റെ അധികാരത്തിൽ നിന്ന് ഞാൻ പറയാനുള്ളത് പറഞ്ഞു. വാശിക്ക് സീറ്റിൽ നിന്ന് ആസനം പൊക്കാൻ ഞാനില്ല. ഇനിയെല്ലാം തന്റെ ഇഷ്ടം പോലെ. ഇവന്മാരുടെ കാര്യം ഞാൻ ഏറ്റോളാം. കൊറേ നാളായി കൈത്തരിപ്പൊന്ന് മാറ്റിയിട്ട്. അന്തോണി, അവർക്കിന്ന് ഭക്ഷണം ഒന്നും കൊടുക്കരുത്. വാൻ കയറ്റിട്ടോ? കേട്ടിട്ടു സാർ. എന്തോട്ടെ സാറ് ധൈര്യമായിട്ട് വീട്ടിൽ പോക്കോന്ന്. നാളെ രാവിലെ അതിന്റെ ലോക്ക് തുറക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ഓക്കെ സാർ. എന്റെ അന്തോണി സുനിയാളാ, ഇനി ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ പോണേ? സാർ ഇപ്പൊ DFOട് ഫോണിൽ സംസാരിച്ചത് കാര്യമായിട്ട് തന്നെയാണോ? അതെന്താ സോമ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇവിടെ വരുന്നവരെല്ലാം ആദ്യം ചൂരത്തും കാണിക്കുന്നത് കവറിലിട്ട് തരുന്നത് കുറഞ്ഞു പോകാതിരിക്കാനാണ്. അതുപോലെ തന്നെയാണോ? സോമ, സർവീസിൽ ഇരിക്കുന്നിടത്തോളം കാലം ആണത്തത്തോടെ എന്തെങ്കിലും ഒക്കെ ചെയ്യണം. അത്രേ എനിക്കുള്ളൂ. ഇവിടെ
പാർത്തും കാറ്റിയവരാരും അധികം നാൾ ഇരുന്നിട്ടില്ല. എനിക്ക് ഒരിടത്ത് അധികം ഇരിക്കാൻ താല്പര്യമില്ല. ഇരിക്കുന്ന സമയം കുറച്ചിരിക്കണം, അത്രയേ ഉള്ളൂ. സമകരിക്കോ? ഞാൻ ഡേവിഡ്, അച്ചായന്റെ അനിയനാ. ഇവിടെ അല്പം കൃഷിയും കാര്യങ്ങളൊക്കെ ജീവിച്ചു പോവാ. അതിനിടയിൽ ഓരോരോ പ്രശ്നങ്ങള്. നാട്ടുകാരിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് അച്ചായന്റെ അടുത്തേക്ക് ഓടി വരും. അച്ചായനാണെങ്കിൽ ആരെങ്കിലും ഓടി വരാൻ കാത്തിരിക്കാം, സഹായിക്കാൻ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അത് അങ്ങനത്തെ ഒരു മനസ്സായിപ്പോയി. ആ സാറിരിക്കേ. അച്ചായൻ തിരുവനന്തപുരത്താ താമസം. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നു പോകും. ഇപ്പോഴാണെങ്കിൽ അവിടെ നിന്നല്ലേ പറ്റൂ. പുതിയ മന്ത്രിസഭയുടെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കല്ലേ. രാഷ്ട്രീയത്തിലൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല. നമ്മൾ അധ്വാനിച്ച നമുക്ക് ജീവിക്കാം, അല്ലേ? ഞാൻ വന്നതേ നമ്മുടെ പിള്ളേരുടെ വണ്ടി ഏതോ അലവലാതി ഗാർഡുകൾ പിടിച്ചിട്ടൂന്നറിഞ്ഞു. അച്ചായന്റെ വണ്ടിയാണെന്ന് അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. സാർ അവരെ ചെന്ന് വഴക്കൊന്നും പറയണ്ട കേട്ടോ. ഇനി ഇങ്ങനെ ഒരു അബദ്ധം പറ്റാതിരുന്നാ മതി. വണ്ടി പിടിച്ചിട്ടത് ഗാർഡുകളല്ല, പുതുതായി ചാർജ് എടുത്ത ഏതോ ഒരു അലവലാതി ഫോറസ്റ്ററാണ്. അയ്യോ, അത് സാറായിരുന്നു. എന്നിട്ട് ആ പിള്ളേര് വന്ന് പറഞ്ഞു ഏതോ ഗാർഡുകളാണെന്ന്. അവർക്ക് എന്തറിയാം സാറേ? അവർ ഈ കാക്കി കണ്ടപ്പോ ഈ കാക്കിയും ആ കാക്കിയും എല്ലാം ഒന്നാണെന്ന് ധരിച്ചു കാണും. ആ അതുപോട്ടെ, നാളെ സാറ് ചെല്ലുമ്പോ ഇതൊന്നും മനസ്സിൽ വെക്കണം. ഏത്? പിള്ളേരുടെ വണ്ടി. അത് നടക്കില്ല ഡേവിഡ്. ഡ്രൈവറുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് വണ്ടിയിൽ എന്താണെന്ന് തുറന്നു നോക്കിയതിനു ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റൂ. സാറിനങ്ങനെ പിടിച്ചിടാൻ നിർബന്ധമാണെങ്കിൽ വേറെ വണ്ടിയും പണിയില്ലാതിരിക്കുന്ന ഒരാളെയും തരാം. ഈ വണ്ടിയിലെ സാധനങ്ങൾ വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക ആവശ്യപ്രകാരം ശങ്ക നേരിട്ട് അയക്കുന്നതാണ്. നിയമപരമല്ലാത്ത രീതിയിൽ ഏർപ്പാടുകൾ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് ഈ കാക്കി കുപ്പായം തന്നിരിക്കുന്നത്. ചെക്ക് പോസ്റ്റുകൾ ഇടിച്ചു തകർത്ത് പോവുക, ചേസ് ചെയ്ത് പിടിച്ചോണ്ട് വരിക, എന്നിട്ട് നിങ്ങൾ പറയുമ്പോൾ വിട്ടുതരേണ്ടി വരിക. വണ്ടി ഓടിക്കുന്ന പിള്ളേർക്ക് ഇത് വല്ലതും അറിയോ സാറേ? അവര് വിചാരിച്ചു കാണും മന്ത്രിയുടെ അടുത്തേക്ക് പോകുമ്പോ തടയാൻ ഈ കാക്കിക്കാരൻ ആരാന്ന്. അപ്പോ സാറത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം. ഞാൻ അച്ചായനെ വിളിച്ച് പറഞ്ഞോളാം സാറ് നമ്മുടെ ആളാണെന്ന്. ആ, അച്ചായനെ ഇനി വിളിക്കുമ്പോ ഡേവിഡ് ഒരു കാര്യം കൂടി പറയണം. സഹായത്തിനാണെങ്കിൽ അച്ചായൻ വരണമെന്നില്ല. നിർത്ത്. ഡിപ്പാർട്ട്മെന്റ് വക കാര്യങ്ങളിൽ മേലിൽ കൈകടത്താൻ ശ്രമിക്കരുതെന്നും പുതിയ ഫോറസ്റ്റർക്ക് അതിൽ താല്പര്യമില്ലെന്നും നിന്റെ അച്ചായനെ വിളിച്ച് പറഞ്ഞേക്ക്. ഡേവിഡിന് പോകാം. ഗുഡ് നൈറ്റ്. ഞങ്ങൾ പറയുന്നത് ഇവിടെ വരുന്നവർ അനുസരിക്കാറേ ഉള്ളൂ, അനുസരിപ്പിക്കേണ്ടി വരാറില്ല. അങ്ങനെയാകാതെ നോക്കിയാൽ സാറിന് നല്ലത്. ആ പിന്നെ തേങ്ങയ്ക്ക് സംസാര ഭാഷ തീരെ വശമില്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. ഇനിയെല്ലാം സാറിന്റെ ഇഷ്ടം പോലെ. ഗുഡ് നൈറ്റ്. നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടത് എന്ത് ത്യാഗം സഹിച്ചായാലും കണ്ടുപിടിക്കണം. സാർ, നമ്മൾ കസ്റ്റഡിയിലെടുത്തത് അച്ചായന്റെ വണ്ടിയാണെന്നതിന് ഒരു തെളിവും ഉണ്ടാവില്ല. ആ രംഗ ഉള്ളിടത്തോളം കാലം എന്ത് തെളിവ് നശിപ്പിക്കുന്നതിനും അച്ചായന് ഒരു പ്രയാസം ഉണ്ടാവില്ല സാർ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ജയദേവൻ സാർ, മോർണിംഗ്. അച്ചായൻ പ്രത്യേക സ്നേഹാന്വേഷണം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? ഇന്നലെ ഇവിടെ നടന്നൊന്നും ഞാൻ അച്ചായനോട് പറഞ്ഞിട്ടില്ല. രംഗ ഇറങ്ങി ഇങ്ങനെയാ, ഒറ്റയാനെ പോലെ എല്ലാം തകർത്ത് കളയും. സാറ് വണ്ടി വിട്ടു തന്നുന്നാ ഞാൻ അച്ചായനോട് പറഞ്ഞിട്ടുള്ളത്. മിസ്റ്റർ ഡേവിഡ്, നിങ്ങൾക്ക് ആളെ തെറ്റി. നിങ്ങൾ കൊടുക്കുന്ന നക്കാപ്പിച്ച കൊണ്ട് വാലാട്ടുന്ന ഓഫീസർമാരുണ്ടാവും, പക്ഷേ എല്ലാവരെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത്. ആ വണ്ടിയും ഡ്രൈവറെയും നിങ്ങൾ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും എന്റെ കയ്യിൽ കിട്ടും. പിന്നെ നിങ്ങൾ ഇവിടെ നടത്തുന്ന ബിസിനസ് എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയാൻ ഒരിക്കലും ശ്രമിക്കരുത്. അധികാര കസേരയിലിരിക്കുന്നവർ അയൽ രാജ്യങ്ങളിലേക്ക് സമാധാന യാത്ര നടത്തുമ്പോഴും കസേരയ്ക്ക് പിന്നിലിരിക്കുന്നവർ എങ്ങനെ സമാധാനം തകർക്കാമെന്ന ചർച്ചയിലാണ്. അവർ മനസ്സിൽ കാണുമ്പോൾ ഞങ്ങൾ മരത്തിൽ കാണുന്നു. പിന്നെ ഇന്നലെ ഇവിടെ നിന്ന് കൊണ്ടുപോയ വണ്ടിയിലുള്ളത് അപൂർവ കാട്ടിറച്ചികൾ. ഇന്ന് ഘടകകക്ഷികളുടെ യോഗം. അടുക്കാതെ നിൽക്കുന്ന MLA-മാർക്ക് വെച്ചുവിളമ്പാനാണത്. പെണ്ണും പണവും കൊണ്ട് തൃപ്തിപ്പെടാത്തവർക്ക് ഒരു സ്നേഹവിരുന്ന്, അതും വകുപ്പ് മന്ത്രിയുടെ വക.
ഇനിയും ആ വണ്ടിയും സാധനങ്ങളും പിടിച്ചെടുക്കണമെന്നാണെങ്കിൽ ചെല്ല്. വകുപ്പ് മന്ത്രിയുടെ അമ്മായപ്പന്റെ വക സ്റ്റാർ ഹോട്ടലിലെ പാചകപ്പുരയിൽ വെളിച്ചെണ്ണയിൽ കിടന്ന് പൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും ആ താട്ടിറച്ചികൾ. പിന്നെ അതിനകത്തുണ്ടായിരുന്നത് അത് രഹസ്യം. അതറിയണമെന്ന് സാറിന് മോഹം തോന്നും. പക്ഷെ സാറിന് തലപ്പത്തിരിക്കുന്നവർ അത് സമ്മതിക്കില്ല. സോറി. ഇത്രയും നിന്റെ നാവിൽ നിന്ന് കേട്ടത് മതി ഇതിനകത്ത് കൊണ്ടുപോയി നിന്റെ പല്ല് തല്ലി കുഴിക്കാൻ. പക്ഷേ ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല. അതെന്റെ ഔദാര്യം. ഈ അരിശം കുറച്ചു കാലം ഈ റേഞ്ചിൽ നിൽക്കാൻ യോഗമുണ്ടെങ്കിൽ മാറും. വീണ്ടും കാണാം. മേശയും തെല്ലി വിളിച്ചു, കസേരയും തെല്ലി വിളിച്ചു. എന്നിട്ട് അന്തോണിച്ചേട്ടന്റെ മോന്തയ്ക്ക് ഇട്ടിട്ട് ഒറ്റ ഇടിയാ. അപ്പോഴേക്കും അന്തോണിച്ചേട്ടന്റെ മോന്ത ഇത്രയായി. എത്രയാ ഇത്രയായി എത്രയാ ഇത്രയായി എത്രയാ ഇത്രയ്ക്കായി. ഇതിൽ കൂടുതൽ ഒരാളുടെ മുഖം ചെറുതാക്കാൻ പറ്റില്ലല്ലോ. കിട്ടിയിട്ടില്ലേ? എല്ലാവർക്കും ഇടി കിട്ടിയില്ല. അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഇടി കിട്ടി. അയ്യോ, ഇതാരും നമ്മുടെ ഫോറസ്റ്റർ അല്ലേ? ആറ് വല്ല കള്ളവണ്ടിയും പോണത് അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ തടഞ്ഞിട്ട് സാറിന് അത് പിടിക്കാൻ പറ്റാതെ വരണ്ട. ജോയിയെ വണ്ടി മാറ്റി കൊടുക്ക്. അല്ല, ഇനിയിപ്പോ ഞങ്ങളെ തന്നെ മതിയെങ്കിൽ ഞങ്ങൾ കാട്ടിറച്ചിയും കൊണ്ടുപോകുമ്പോ സാറിനോട് പറയാം. അല്ലടാ ജോയി? അതെ അതെ. ഏത് ചെക്ക് പോസ്റ്റിൽ ഉണ്ടാവുമെന്ന് സാറ് പറഞ്ഞാൽ മതി. ഞങ്ങൾ ആ വഴിക്ക് വരാം. സാറിന് വണ്ടി പിടിക്കാം. കൈ ധരിക്കുമ്പോ അണ്ണനിട്ട് കൊടുക്കുകയും ചെയ്യാം. ഏത് വഴിക്ക് വരണം സാറേ? എടാ, ഇനിയും നിന്നെ തല്ലി ഞാൻ എന്റെ കൈ നാറ്റിക്കുന്നില്ല. എനിക്ക് വേണ്ടത് നിന്റെയൊക്കെ തലയുടെ മേളിൽ നിന്ന് ആജ്ഞാപിക്കുന്നവന്മാരുണ്ടല്ലോ, അവന്മാരെ. അവരെ കാണണം. എന്റെ കൂടെ പോര്. എല്ലാവരും താവളത്തിലുണ്ട്. ഞങ്ങള് പറയണ കാട്ടിറച്ചിയും മയിലിറച്ചിയും കാണുകയും ചെയ്യാം. ഉത്സവം കൂടാ. നല്ല കാട്ടി വിസ്കി അടിച്ച് പാട്ടിന്റെ താളത്തിനൊപ്പിച്ച് ശരീരം തൊള്ളിപ്പിക്കുന്ന പെമ്പിള്ളേരുടെ ആട്ടവും കാണും. പോടെ. വണ്ടി പിടിക്കാം, കൈധരിക്കുമ്പോ അണ്ണനിട്ട് രണ്ടെണ്ണം കൊടുക്കാം. അവരെ കാണണോ ഇവരെ കാണണോ? എന്റെ കൂടെ പോരെ. കാട്ടു വിസ്കി കഴിക്കാം. പെമ്പിള്ളേരുടെ തല വേലിമ ഇരിക്കുന്നിടത്ത് വെച്ചൊന്ന് കേട്ടിട്ടേ ഉള്ളൂ. ആവശ്യമില്ലാത്ത വീറും വാശിയും കാണിച്ച് ആ ഫോറസ്റ്ററെ അങ്ങോട്ട് വരുത്തിച്ചത് ഇവൻ ഒറ്റ ഒരുത്തനാ. ഇനിയിപ്പോ എല്ലാവരും എന്റെ തലയോട്ട് കയറിക്കോ. ആ വാൻ പിടിച്ചിട്ട് അന്നേ സ്ഥലം മാറ്റിയിരുന്നെങ്കിൽ. ഒരു കാര്യം ചെയ്യ്, വകുപ്പ് മന്ത്രിയോടൊന്ന് പറയേ അവനെ ഇനിയെങ്കിലും വല്ല മാവേലിനാട്ടിലോട്ട് മാറ്റാൻ. നമ്മുടെ കൂടെ നിൽക്കുന്ന ആദിവാസികൾക്കും പുറം ലോകത്തിന് അറിയാത്ത കാര്യങ്ങളാണ് അയാൾ നേരിട്ട് കണ്ടത്. ഇനി എന്തൊക്കെ പുലിവാലാണോ ഉണ്ടാകാൻ പോകുന്നത്? അല്ലെങ്കിൽ തന്നെ പ്രതിപക്ഷം ഞാൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞു തുടങ്ങി. ഇനി ഈ വക കാര്യങ്ങളിൽ എനിക്കും കൂടെ പങ്കുണ്ടെന്നറിഞ്ഞാ അറിഞ്ഞാലെന്താ? എല്ലാത്തിനും പങ്കുപറ്റുന്നുണ്ടല്ലോ. സാറിന് പേടിയാണെ അച്ഛനോട് പറഞ്ഞത് മാറിയര്. എവിടെ ഇവൻ എന്റെ ക്ഷമയെ പരിശോധിക്കുക. എന്തെല്ലാം കണക്കുകൂട്ടല്ല ഞാൻ ജീവിക്കുന്നതെന്ന് ഈ മരങ്ങോടൻ അറിയാമോ? മൂത്ത മോടെ കെട്ടിയോൻ നഗരത്തിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ കൺസൈൻമെന്റ് കഴിഞ്ഞ എന്റെ വീതം കൂടാതെ അച്ചായനോട് 50 ലക്ഷം രൂപ വായ്പയായി വാങ്ങാമെന്ന് കരുതിയിരുന്നതാ. ഇനിയിപ്പോ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായാൽ കടിച്ചതുമില്ല പിടിച്ചതുമില്ലാതാകുമല്ലോ ദൈവമേ. ഭരിക്കുന്ന സമയത്ത് നടന്നില്ലേ പിന്നെ എപ്പോഴാ? ഉള്ള സമയം കൊണ്ട് കുട്ടയോടുകൂടി കോരിക്കോ. അത് തന്നെയല്ലേ മന്ത്രി പണ്ട് നാട്ടിൽ നടത്തിയിരുന്നത്. നിങ്ങൾ ഇങ്ങനെ കട്ടതും മുടിച്ചതും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാതെ പിന്നെ ഈ സമയത്ത് ക്രിക്കറ്റ് കളി കണ്ടോണ്ടിരിക്കാൻ പറ്റുമോ? മനുഷ്യൻ 1 മണിക്കൂറായി അച്ചായൻ ഇപ്പം വിളിക്കുമെന്ന് കാത്തിരിക്കുന്നു. ഹലോ, അതെ, എല്ലാരും ഉണ്ട്. രംഗ, ജയദേവൻ സാറോ? ഇല്ലല്ലോ. ആരാണ്? ജയദേവൻ സാറിന് അന്വേഷിച്ച് രംഗ. എന്റെ അന്തോണി സുണ്യാളാ, നീ എന്തൊട്ട് പോകുമ്പോഴേക്ക് ഉണ്ടാവാൻ പോണേ ആവോ? ഡാഡി, അമ്പലത്തിൽ കയറിയിട്ട് പോവാം. മഴയല്ലേ മോനെ, തിരിച്ചു വരുമ്പോ കയറാം. മമ്മി പറയാറില്ലേ എവിടെ പോണെങ്കിലും തൊഴുതിട്ട് പോണോന്ന്? മോനൊരു കാര്യം ചെയ്യ്, ഇവിടെ നിന്ന് അങ്ങ് പ്രാർത്ഥിച്ചു. അയ്യപ്പ, ഡാഡിയും മായയും ഉണ്ണിക്കുട്ടനെയും കാത്തു രക്ഷിക്കണേ. തോക്ക് വാങ്ങി.
വണ്ടി എടുത്ത് വരണ. അതിനു മുമ്പ് ഒന്ന് അറിയണം. എന്ത്? ഈ പാവം ഫോറസ്റ്റെ കൊല ചെയ്ത തന്റെ ഇടത്തിന് പിന്നിൽ ശക്തി ഉണ്ടല്ലോ. വളർത്തു നായെ പോലെ നിനക്ക് ഇഷ്ടപ്പെട്ടത് തരുന്ന നിന്റെ യജമാനൻ അവനോട് പറഞ്ഞേക്ക് കണക്ക് തീർക്കാൻ ഞങ്ങൾ എത്തിയിട്ടുണ്ടെന്ന്. മോനാരാ മനസ്സിലായല്ലോ? മനസ്സിലായില്ലല്ലേ? ഇന്ന് വരെ ഓച്ചാനിച്ചു നിന്ന് നിന്റെയൊക്കെ ആജ്ഞകളും ഭീഷണിയും അനുസരിച്ച് ഇത്രയും കാലം കഴിഞ്ഞില്ലേ? ഇവരുടെയൊക്കെ സമ്പത്തും ഊർജവും ചൂഷണം ചെയ്ത് മണിമാളിക പണിത് താമസിക്കുന്നില്ലേ നീ നിന്റെ യജമാനൻ? അച്ചായന്റെ വിരൽ അനങ്ങുന്നതനുസരിച്ച് മാത്രം ചലിക്കുന്ന നിന്റെ ഈ ശരീരം എന്റെ വിരലൊന്ന് അനങ്ങിയ 1000 പേരുടെ മുന്നിൽ വെച്ച് നീ ഈ കൊലപാതകം ചെയ്തിട്ടും നിനക്കെതിരെ സാക്ഷി പറയാൻ ഇവരുടെ ഒന്നും നാവ് പൊന്തില്ലെന്ന് എനിക്കറിയാം. നിന്റെ അച്ചായനോട് ചെന്ന് പറഞ്ഞേക്ക് പാവങ്ങളുടെ ചങ്കിന് നേരെ ചൂണ്ടുന്ന ഓരോ വിരലും വെട്ടിമാറ്റാൻ രേണുകാവർമ്മ ഇവിടെ കാലുകുത്തിയിട്ടുണ്ടെന്ന്.
ഒന്നും അറിയാത്ത പ്രായത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ട ഇവനിൽ നിന്ന് തന്നെ നമുക്ക് യുദ്ധം തുടങ്ങാം. ചെന്ന് പറഞ്ഞേ. ഉണ്ണിക്കുട്ടാ, മായേ ഇത് കുടിക്കേ. വേണ്ട. ആന്റി പോയിട്ട് ഇപ്പൊ വരാം. ഇപ്പൊ വരാം ഉണ്ണിക്കുട്ടാ. നിങ്ങൾ ആരാന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. എന്തായാലും അറിഞ്ഞിടത്തോളം നന്മയ്ക്ക് വേണ്ടിയായി ഈ നാട്ടിലേക്ക് വന്നെന്ന് മനസ്സിലായി. ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടില്ലേ? എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല. ജയദേവൻ സാറിന് ബന്ധുക്കളായിട്ട് ആരും ഇല്ലാന്ന് അറിഞ്ഞു. ഇവർക്കൊരു ആശ്വാസമാകുന്നവരെ നിങ്ങൾക്ക് ഇവിടെ താമസിച്ചൂടെ? കുറച്ചു ദിവസത്തെ പരിചയമേ ഉള്ളുവെങ്കിലും സാറിന് ഞങ്ങളോടൊക്കെ വലിയ കാര്യമായിരുന്നു. നിങ്ങളും കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ധൈര്യമായിരുന്നു. ഈ കരച്ചില് കേട്ടിട്ട് എങ്ങനെയാ പോവാൻ തോന്നുന്നേ? വെറുതിരുന്ന സാറാ, ഏതോ ഒരു ഫോൺ വന്നതാ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. ആന്റി എവിടേക്കും പോണില്ല. ഉണ്ണിക്കുട്ടിന്റെ കൂടെ തന്നെ ഉണ്ടാവും.